രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. കേരളത്തിൽ മത്സരിക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് തീരുമാനം വ്യക്തമാക്കിയേക്കും. അതേസമയം രാത്രി വൈകി പുറത്തിറക്കിയ കോൺഗ്രസിന്റെ 8ാം സ്ഥാനാർത്ഥി പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെട്ടിട്ടില്ല. ദിഗ്വിജയ് സിംഗ് ഭോപ്പാലിൽ നിന്നും മല്ലികാർജുൻ ഖാർഗെ ഗുൽബർഗയിൽ നിന്നും ജനവിധി തേടും. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കണമെന്ന് KPCC ആവശ്യപ്പെട്ടതായാണ് കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുന്നത്. കേരളത്തിന് പുറമെ തമിഴ്നാടും കർണാടകവും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എവിടെ മത്സരിക്കണമെന്ന് രാഹുൽ ഗാന്ധി തന്നെയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്ന് കോൺഗ്രസ് വക്താവ് രൺദീപ് സുർജാവാല പറഞ്ഞു. കോൺഗ്രസ് പ്രസിഡന്റ് will positively consider it. കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി വയനാട്ടിലെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് സൂചന. അതേസമയം വയനാട് വടകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി പ്രഖ്യാപിച്ചിട്ടുമില്ല. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന സംവാദങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേഠിയിലെ പരാജയ ഭീതി മൂലമാണ് സുരക്ഷിത മണ്ഡലം തേടുന്നത് എന്ന് രാഷ്ട്രീയ എതിരാളികൾക്ക് ആരോപണമുന്നയിക്കാൻ ഇപ്പോഴത്തെ സംവാദം വഴിയൊരുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി നിരീക്ഷിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിനിടെ വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും BJP നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. അമേഠിയിലെ ജനങ്ങൾ രാഹുലിനെ തിരസ്കരിച്ചെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ പരാമർശം. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കാൻ രാഹുൽ നാടകം കളിക്കുകയാണെന്നും സ്മൃതി ട്വീറ്റ് ചെയ്തു. ന്യൂസ് 18 ഡൽഹി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്നതിനിടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് മണ്ഡലം കൺവെൻഷൻ. രാഹുൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് നിയുക്ത സ്ഥാനാർത്ഥി T. സിദ്ദിഖ് അവതരിപ്പിച്ച പ്രമേയം ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പ്രവർത്തകർ സ്വീകരിച്ചു. T. സിദ്ദിഖിന് വേണ്ടി മുക്കത്ത് സംഘടിപ്പിച്ച വയനാട് മണ്ഡലം കൺവെൻഷൻ രാഹുലിന്റെ വരവോടെ മാറ്റിവെക്കുമെന്ന് പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ കൺവെൻഷൻ നടത്തി രാഹുലിനെ സ്വാഗതം ചെയ്തുള്ള പ്രമേയം അവതരിപ്പിച്ച് ഒരു മുഴ മുമ്പേ എറിഞ്ഞു സിദ്ദിഖ്. ഈ പ്രമേയം എല്ലാവരും ആവേശത്തോടുകൂടി മുദ്രാവാക്യം വിളിച്ച് കൈയടിച്ച് രാഹുൽ ഗാന്ധിയെ വയനാടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. രാഹുൽ ഗാന്ധി സിന്ദാബാദ്. കോൺഗ്രസ് നേതാവ് ആര്യടൻ മുഹമ്മദും മുസ്ലിം ലീഗ് നേതാവ് MK മുനീറും സീറ്റ് ഒഴിഞ്ഞുകൊടുത്ത സിദ്ദിഖിനെ പ്രശംസിച്ചു. കേരളത്തിലേക്ക് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ വ്യക്തി ഞാനാണ് എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച T. സിദ്ദിഖിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. T. സിദ്ദിഖിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം I ഗ്രൂപ്പ് മണ്ഡലത്തിൽ യോഗം ചേർന്നിരുന്നു. എന്നാൽ വയനാട്ടിൽ രാഹുൽ എത്തുമെന്ന വാർത്ത വന്നതോടെ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെയാണ് നേതാക്കളും പ്രവർത്തകരും കൺവെൻഷനിലെത്തിയത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകരെത്തി. ഔദ്യോഗിക തീരുമാനം വരുന്നതിനു മുമ്പേ സിദ്ദിഖ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറി രാഹുലിനെ സ്വാഗതം ചെയ്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിൽ അതീവ സന്തോഷമെന്ന് MI ഷാനവാസിന്റെ പത്നി ജുബീരിയത്ത് ബീവി. കുടുംബസമേതം പ്രചരണത്തിന് പോകും. മകൾ മത്സരത്തിലില്ലാത്തതിന്റെ ദുഃഖവും രാഹുലിന്റെ വരവോടെ മാറിയെന്നും ജുബീരിയത്ത് ബീവി പ്രതികരിച്ചു. N. ശ്രീനാഥ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വയനാട് മണ്ഡലത്തെ ഇതിനു മുമ്പ് പ്രതിനിധീകരിച്ചത് ശ്രീ MI ഷാനവാസാണ്. ഒരർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ടാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാനായി എത്തുന്നത്. ശ്രീ MI ഷാനവാസിൻ്റെ പത്നി ജുബൈരത്ത് ബീഗം ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഈ സന്തോഷ നിമിഷം പങ്കുവയ്ക്കുന്നു. എന്താണ് തോന്നുന്നത് ഇപ്പോൾ? ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനം. സ്ഥാനപിൻഗാമിയായിട്ട് രാഹുൽ വരുന്നത് ഭയങ്കര അഭിമാനമാണ്. ഞങ്ങൾ രാഹുലിൻ്റെ ഇവിടെ ഞങ്ങളുടെ കുടുംബം മൊത്തം എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എല്ലാ രീതിയിലും ഭയങ്കര അഭിമാനമാണ് ഞങ്ങൾക്ക്. സത്യം ഇത് അറിഞ്ഞപ്പോഴെന്താണ് തോന്നിയത്? പെട്ടെന്ന് സത്യം ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. ഫസ്റ്റ് ഞാൻ അറിഞ്ഞപ്പോൾ ഭയങ്കര TV എഴുതി കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര സന്തോഷമായി. സാറിന് ഇത്രയും ഞങ്ങൾ ഷാനവാസ് ഇത്രയും ഒരു സ്ഥലത്തല്ലേ സാറ് നിന്നത്. 1,53,500 എത്രയോ കൊണ്ടാണ് സാറ് ജയിച്ചത്. ആ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരിക എന്ന് വെച്ചാൽ അതിലിപ്പോൾ സന്തോഷം എത്തിയിരിക്കും ഞങ്ങൾക്ക്. രാഹുലിന്റെ ഭൂരിപക്ഷം അതിലും വർദ്ധിക്കും. എന്താണ് കരുതുന്നത്? വർദ്ധിക്കും ഉറപ്പ്. ഞങ്ങളുടെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തം സപ്പോർട്ട് ഉണ്ടാവും.
രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന് പോകുന്നുണ്ടോ? എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്, പക്ഷേ സാറോളം പോയിട്ടില്ല, ഇതുവരെ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഇനി എനിക്കൊന്ന് ആഗ്രഹമുള്ളത് പോയാൽ കൊള്ളാമെന്ന്. കുടുംബസമേതം പോകാനാണോ പരിപാടി? ഉറപ്പായിട്ട് പോകും. ഫസ്റ്റ് വരുമ്പോൾ എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഫസ്റ്റ് തന്നെ വരുമ്പോൾ പോയി കണ്ട് അനുഗ്രഹിക്കണം. രാഹുൽ ഗാന്ധി സംസ്ഥാനത്ത് മത്സരിക്കാനെത്തുന്നത് ഇടതു ക്യാമ്പിനൊപ്പം BJPയെയും ആശങ്കപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പൊതുവിൽ UDF അനുകൂല സാഹചര്യം രൂപപ്പെട്ടാൽ അത് BJPയുടെ സാധ്യതയും ബാധിക്കുമെന്നാണ് ആശങ്ക. ഇതിനിടെ പത്തനംതിട്ടയിലെ ആശയക്കുഴപ്പം നീങ്ങിയതോടെ BJP ക്യാമ്പും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് പൂർണ്ണ സജ്ജമായി. രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയാൽ സംസ്ഥാനത്തൊട്ടാകെ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം രൂപപ്പെടുമെന്നാണ് UDF കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ. ഇടതു ക്യാമ്പിനൊപ്പം BJP കേന്ദ്രങ്ങളെയും ഇത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശബരിമലയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാന സർക്കാർ വിരുദ്ധ സമരങ്ങളുടെയും ഗുണഫലം കൊയ്യാനാണ് BJP കാത്തിരിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ഇത്തരം വോട്ടുകൾ UDF അനുകൂലമാവാനുള്ള സാധ്യത BJP തള്ളിക്കളയുന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് കേരളത്തിൽ കളത്തിലിറക്കുമ്പോൾ തുല്യനായ എതിരാളിയെ മത്സരിപ്പിക്കാനാവാത്തത് ദേശീയ തലത്തിൽ തന്നെ BJPക്ക് ക്ഷീണമാണ്. അല്ല, ഈ രാഹുൽ ഗാന്ധി പോകുന്ന സീറ്റിൻ്റെ പുറകെ പോയി മത്സരിക്കലല്ലോ BJPയുടെ BDJസിൻ്റെ തൊഴിൽ. അവിടെ വിട്ടു ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോവുക, എന്നാൽ അവിടെയും ചെല്ലുക, അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചാൽ നിലവിലെ സ്ഥാനാർത്ഥിയെ മാറ്റി പുതിയൊരാളെ രംഗത്തിറക്കുന്നത് BDJS പരിഗണിക്കുമെന്നാണ് സൂചന. അതേസമയം പത്തനംതിട്ട സീറ്റിലെ അനിശ്ചിതത്വം നീങ്ങിയതോടെ BJP ക്യാമ്പും തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമായി. തിരുവനന്തപുരത്തിന് പുറമെ വിജയപ്രതീക്ഷയുള്ള പത്തനംതിട്ടയിൽ K. സുരേന്ദ്രനെ മുൻനിർത്തിയായിരിക്കും ഇനി പോരാട്ടം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചാൽ പ്രചരണ രംഗത്ത് കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുന്നതും BJP ആലോചിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ജനവിധി തേടിയേക്കും. കർണാടകയിലെ ബാംഗ്ലൂർ സൗത്ത് മണ്ഡലത്തിൽ നിന്ന് നരേന്ദ്രമോദി മത്സരിച്ചേക്കുമെന്നാണ് സൂചന. അന്തരിച്ച കേന്ദ്രമന്ത്രി അനന്ത്കുമാർ പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് ബാംഗ്ലൂർ നോർത്ത്. നരേന്ദ്രമോദി മത്സരിച്ചേക്കുമെന്ന സൂചന ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകി. എറണാകുളത്തെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ അൽഫോൺസ് കണ്ണന്താനത്തിന് വോട്ട് അഭ്യർത്ഥനയുടെ ആവേശത്തിൽ മണ്ഡലം തന്നെ മാറിപ്പോയി. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബസ്സിൽ ആലുവയിലെത്തിയ കണ്ണന്താനം അവിടെ വോട്ട് ചോദിക്കുകയായിരുന്നു. ആലുവ ചാലക്കുടി മണ്ഡലത്തിലാണെന്ന് പ്രവർത്തകർ ഓർമ്മപ്പെടുത്തിയപ്പോഴാണ് മന്ത്രിക്ക് അബദ്ധം മനസ്സിലായത്. നെടുമ്പാശ്ശേരിയിലെ ആവേശോജ്വലമായ സ്വീകരണം കഴിഞ്ഞ ഉടനെ അൽഫോൺസ് കണ്ണന്താനം വോട്ടഭ്യർത്ഥന തുടങ്ങി. വിമാനത്താവളത്തിൽ ബന്ധുക്കളെ സ്വീകരിക്കാനെത്തിയവരോടെല്ലാം വോട്ട് ചോദിച്ചു. പലരും എറണാകുളത്തുകാരല്ലെന്നറിഞ്ഞതോടെ പ്രാർത്ഥിക്കണമെന്നായി. പിന്നീട് KSRTC AC ലോ ഫ്ലോർ ബസ്സിൽ ആലുവയിലേക്ക് യാത്ര. ബസ്സിനുള്ളിലും തകർത്ത് വോട്ടഭ്യർത്ഥന. ആലുവയിൽ വന്നിറങ്ങിയ ഉടനെ വഴിയിൽ കണ്ടവരോടും മണ്ഡലം മാറിയതറിയാതെ വോട്ട് ചോദിച്ചു. പിന്നെ കാറിൽ കൊച്ചിയിലേക്ക് യാത്ര. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് വയനാട്ടിലെത്തുന്നത് പേടിച്ചാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ മനുഷ്യനെ എവിടെ വരെ ഓടിപ്പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെ ഒളിച്ചോടിപ്പോകാൻ സാധിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. UP തീർന്നു, ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് തീർന്നു. ഇപ്പോൾ ആകെ 1-2 സീറ്റ് ഉണ്ടായിരുന്നു, അതും ഇതാ പോയി, അതിനും ഇല്ല. തന്റെ രണ്ടാം വീടായ എറണാകുളത്ത് വിജയം ഉറപ്പാണെന്നും കണ്ണന്താനം പറഞ്ഞു. ന്യൂസ് 18 കൊച്ചി. 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ എങ്ങും തെരഞ്ഞെടുപ്പ് വർത്തമാനങ്ങളും ചൂടുപിടിച്ചു. 4 ആൾ കൂടുന്നിടത്തൊക്കെ വോട്ടും സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ ചർച്ചകൾ. ആറ്റിങ്ങൽ മാർക്കറ്റിൽ നിന്നും VR കാർത്തിക് തയ്യാറാക്കിയ റിപ്പോർട്ട്. ശക്തമായ ത്രികോണ മത്സരത്തിന് ആറ്റിങ്ങലിൽ അരങ്ങൊരുങ്ങിക്കഴിഞ്ഞു. പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥികളും സജീവമായി. എങ്ങും തെരഞ്ഞെടുപ്പാണ് ചർച്ച. കടനംകുളം മാർക്കറ്റിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു മാറ്റത്തിനാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും തെരഞ്ഞെടുപ്പ് ഒക്കെ ആയി ചൂട് പിടിക്കുകയാണ്. എങ്ങനെയുണ്ട് സ്ഥാനാർത്ഥികളൊക്കെ? കുഴപ്പമില്ല. ആര് ജയിക്കും? അത് പറയാൻ പറ്റും. നമുക്കൊന്നും പറയാൻ പറ്റൂല തെരഞ്ഞെടുപ്പ് എങ്ങനെയാണെന്ന്. എല്ലാം പടച്ചോൻ്റെതാണ്. ജയിച്ചാൽ കൊള്ളാം. അവര് സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെയുണ്ട്? സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. വന്ന സ്ഥാനാർത്ഥികളൊക്കെ കൊള്ളാം. ഒരു കുഴപ്പമില്ല. ജയിക്കണവര് നാട്ടിൽ നല്ലത് ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ജയിച്ചാൽ ജീവാരിക്കണ്ടെങ്കിൽ പോകരുത്, പിന്നെ കിട്ടൂല.
ഇത്തവണ ഒരു നല്ല പോരാട്ടമാണോ? ആര് ജയിക്കുന്നല്ലോ പ്രവചിക്കാൻ പറയാൻ പറ്റൂല. മോളിലിരിക്കുന്ന ഒരാളിന് മാത്രമേ അറിയാൻ പറ്റൂ. മക്കൾക്ക് എനിക്കാ, മറ്റുള്ളവർക്ക് ആർക്കും അറിയാൻ പറ്റൂല. ആറ്റിങ്ങിൽ നല്ല മത്സരം നടക്കും. നടക്കും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം വോട്ടും ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ കൊണ്ടുപോകും. നമ്മുടെ ചിഹ്നം കൈയാണ്. നമ്മുടെ അരിക്കെങ്കിലും വില കുറയും സാധനത്തിന്. വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ്. ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം VR കാർത്തിക്, ന്യൂസ് 18. കോട്ടയം തിരുനക്കര പൂരവും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വേദിയാക്കി സ്ഥാനാർത്ഥികൾ. തിരുനക്കര പൂരത്തിനെത്തിയ വൻ ജനക്കൂട്ടത്തിനോട് വോട്ട് ചോദിക്കാൻ കിട്ടിയ അവസരം സ്ഥാനാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തി. ഇത്തവണത്തെ തിരുനക്കര പൂരം സ്ഥാനാർത്ഥികളുടെ പ്രചരണ വേദി കൂടിയായി മാറി. പൂരത്തിനെത്തിയ ജനക്കൂട്ടത്തോട് വോട്ട് തേടാനുള്ള അവസരം സ്ഥാനാർത്ഥികൾ പരമാവധി പ്രയോജനപ്പെടുത്തി. വോട്ട് ചോദിക്കാനെത്തിയതല്ലെന്നും പൂരം കാണുകയാണ് ലക്ഷ്യമെന്നും ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ. സ്ഥാനാർത്ഥിയായിട്ട് വന്നതല്ല, മറിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന രൂപത്തിൽ എല്ലാ കാലഘട്ടത്തിലും സ്വീകരിക്കുന്ന ഉത്സവങ്ങൾ, അത് ഉത്സവമായിരുന്നാലും പെരുന്നാളായിരുന്നാലും മോസ്കിലെ പരിപാടിയായിരുന്നാലും എല്ലാത്തിലും ഞാൻ സഹകരിക്കാറുണ്ട്. NDA സ്ഥാനാർത്ഥി PC തോമസിന് പൂരം തെരഞ്ഞെടുപ്പ് വിഷയമാണ്. ജയിച്ചാൽ പാർലമെന്റിൽ ഉന്നയിക്കുന്ന ആദ്യ വിഷയം തിരുനക്കര പൂരമാകുമെന്ന് PC തോമസ്. ഈ വിഷയം കോട്ടയത്തിന്റെ പൂരം എന്നുള്ളത് ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം. പാലാ കടുത്തുരുത്തി മണ്ഡലം കൺവെൻഷനുകളിലെ തിരക്കിലായിരുന്നു UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടൻ. എന്നാൽ ആ തിരക്കിനിടയിലും പൂരത്തിരക്കിലേക്ക് എത്തി തോമസ് ചാഴിക്കാടൻ സാന്നിധ്യം അറിയിച്ചു. G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വേണ്ടി ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രവർത്തകർ പ്രചാരണം നടത്തി. 300 പ്രവർത്തകരാണ് 50 പേര് വീതമുള്ള 6 സംഘങ്ങളായി വിവിധയിടങ്ങളിൽ പ്രചാരണത്തിൽ പങ്കെടുത്തത്. വെള്ളവസ്ത്രവും ഗാന്ധിത്തൊപ്പിയും അണിഞ്ഞാണ് പ്രവർത്തകർ എത്തിയത്. പ്രകടനമായി തൊടുപുഴ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലെത്തി പുഷ്പാർച്ചനയോടെയാണ് ക്യാമ്പയിൻ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ലീഗൽ അഡ്വൈസർ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം. അതുപോലെ തന്നെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അദ്ദേഹത്തിന് പരിപൂർണമായി പിന്തുണ കൊടുക്കുന്നുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ മുന്നോട്ട് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു അംബാസഡർ എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെന്റിന് പുറത്തും പ്രവർത്തിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം അതിന് തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിശ്ചയത്തെ ജയിപ്പിക്കുന്നതിൽ സാങ്കത്യമുണ്ട്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി കാലഹരണപ്പെട്ടിട്ടില്ല. അത് യുവരക്തത്തോടുകൂടി പുതുരക്തത്തോടുകൂടി നിലനിൽക്കുന്നു എന്ന് ജനത്തെ ഞങ്ങൾ ബോധ്യപ്പെട്ടു. വിമത MP ശത്രുഘ്നൻ സിൻഹയെ ഒഴിവാക്കി ബീഹാറിൽ NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ശത്രുഘ്നൻ സിൻഹ പ്രതിനിധീകരിച്ചിരുന്ന പട്ന സാഹിബ് മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് മത്സരിക്കും. അതേസമയം LJP നേതാവ് രാംവിലാസ് പാസ്വാൻ ഇത്തവണ മത്സരിക്കില്ല. സംസ്ഥാനത്ത് ആകെയുള്ള 40 മണ്ഡലങ്ങളിൽ BJPയും JDUവും 17 സീറ്റുകളിലും LJP 6 സീറ്റിലും മത്സരിക്കും. നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എന്നും തലവേദനയായിരുന്നു കഴിഞ്ഞ 3 തവണയായി പാട്ന സാഹിബ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ശത്രുഘ്നൻ സിൻഹ. നോട്ട് നിരോധനമടക്കം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട പരിഷ്കാര നടപടികളുടെ കടുത്ത വിമർശകനായിരുന്നു ശത്രുഘ്നൻ. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് ഹോളി ആശംസകൾ നേർന്നപ്പോഴും സിൻഹ മോദിയെ വിമർശിച്ചിരുന്നു. BJP MP ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ വേദികളിലെ സാന്നിധ്യമായിരുന്ന ശത്രുഘ്നന് സീറ്റ് നൽകില്ലെന്ന് ഉറപ്പായിരുന്നു. ശത്രുഘ്നൻ പ്രതിനിധീകരിക്കുന്ന പാട്ന സാഹിബിൽ കേന്ദ്രമന്ത്രിയും രാജ്യസഭാംഗവുമായ രവിശങ്കർ പ്രസാദാണ് സ്ഥാനാർത്ഥി. കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ് ബെഗുസറായിയിലും രാധാമോഹൻ സിംഗ് ഈസ്റ്റ് ചമ്പാരനിലും രാംകൃപാൽ യാദവ് പാടലിപുത്രയിൽ നിന്നും മത്സരിക്കും. RK സിംഗ് 6 മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ രാജീവ് പ്രതാപ് റൂഡിയാണ് സരൺ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. അതേസമയം ഹാജാപൂരിൽ നിന്ന് 9 തവണ ലോക്സഭയിലെത്തിയ LJP നേതാവ് രാംവിലാസ് പാസ്വാൻ ഇത്തവണ മത്സരരംഗത്തില്ല. പകരം സഹോദരൻ പശുപതി കുമാർ പരസ് അവിടെ ജനവിധി തേടും. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ സിറ്റിംഗ് സീറ്റായ ജാമോവിയിൽ നിന്ന് ജനവിധി തേടും. BJP സീറ്റ് നിഷേധിച്ച ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസ് ടിക്കറ്റിൽ പാട്ന സാഹിബ് മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. BJP സർക്കാരിനെതിരെ വേറിട്ട സമരവുമായി തമിഴ്നാട്ടിലെ കർഷകർ. വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 111 പേരെ മത്സരിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. വരൾച്ചാ ദുരിതാശ്വാസ പാക്കേജ് ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സൂചകമായാണ് തെരഞ്ഞെടുപ്പ് സമരം. നഗ്നരായും മൂത്രം കുടിച്ചും ചത്ത എലിയെ കടിച്ചുപിടിച്ചും ഡൽഹിയിൽ 100 ദിവസമാണ് തമിഴ്നാട്ടിലെ കർഷകർ സമരം നടത്തിയത്.
സമരം ദേശീയ ശ്രദ്ധയാകർഷിച്ചതോടെ വരൾച്ചാ ദുരിതം അനുഭവിക്കുന്ന തമിഴ്നാട് കർഷകർക്ക് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ സമരം അവസാനിപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കർഷകർ തീരുമാനിച്ചത്. പ്രചാരണങ്ങൾക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുമായി 300 കർഷകർ അടുത്ത മാസം വാരണാസിയിലേക്ക് പോകും. തിരുവണ്ണാമലൈ, തിരുച്ചിറപ്പള്ളി ജില്ലകളിലെ 111 കർഷകരാണ് നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. വാരണാസിയിൽ തെരഞ്ഞെടുപ്പ് വിജയം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും വേറിട്ട സമരം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നതിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ ഇനിയെങ്കിലും അംഗീകരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ലോക്സഭാ സീറ്റ് ലഭിക്കാത്തതിന്റെ അമർഷം അടങ്ങാതെ LJD. സീറ്റ് ലഭിക്കാത്തതിൽ പാർട്ടിക്ക് കടുത്ത എതിർപ്പുണ്ടെന്ന് സംസ്ഥാന നേതൃത്വം തുറന്നു സമ്മതിച്ചു. പാർട്ടി തീരുമാനം അംഗീകരിക്കാൻ പ്രവർത്തകർ തയ്യാറാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. വയനാട് മണ്ഡലത്തിലെ 4 നിയോജക മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്കായുള്ള വിശദീകരണ യോഗത്തിലാണ് സീറ്റ് ലഭിക്കാത്തതിലെ അമർഷം LJD നേതാക്കൾ തുറന്നു സമ്മതിച്ചത്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രവർത്തകർക്ക് കടുത്ത അമർഷമുണ്ടെന്നും അത് സംസ്ഥാന നേതൃത്വത്തിന് അറിയാമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞാലി പറഞ്ഞു. വിമർശനങ്ങൾ നേതൃത്വം ഉൾക്കൊള്ളുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ LJD പ്രവർത്തകർ വിട്ടുനിൽക്കുന്നതായി വ്യാപകമായി പരാതികൾ ഉയരുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകരുടെ യോഗം ചേർന്നത്. യോഗത്തിൽ പങ്കെടുത്ത MP ശ്രേയാംസ് കുമാറും പ്രവർത്തകരെ അനുനയിപ്പിക്കാനാണ് ശ്രമിച്ചത്. ശ്രേയാംസ് കുമാറിന്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമപ്രവർത്തകരെ വിലക്കുകയും ചെയ്തു. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് ചെർപ്പുളശ്ശേരി പീഡനക്കേസിൽ അറസ്റ്റിലായ പ്രതിയെ ഇന്ന് ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ അറസ്റ്റിലായ പ്രതിയെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് DNA പരിശോധനയ്ക്ക് സാമ്പിൾ ശേഖരിച്ചു. മൊഴിയിലെ വൈരുദ്ധ്യം മൂലം പീഡനം നടന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തത വരുത്താൻ പോലീസിന് ഇനിയും സാധിച്ചിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് ചെർപ്പുളശ്ശേരി പീഡനക്കേസിലെ പ്രതി പ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയിൽ നിന്ന് DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിച്ചു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടെ പ്രതിയെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കും. DNA പരിശോധനാ ഫലം കൂടി കിട്ടിയ ശേഷമാകും അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുക. അതേസമയം പാർട്ടി ഓഫീസിലേക്കോ SFI ഓഫീസിലേക്കോ പെൺകുട്ടിയുമായി ഒരിക്കൽ പോലും പോയിട്ടില്ലെന്ന നിലപാടിലാണ് പ്രകാശൻ. സംഭവത്തെക്കുറിച്ച് യുവതി പോലീസിന് നൽകിയ മൊഴിയിലും കോടതിയിൽ നൽകിയ മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയും. രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടിയ ശേഷം വസ്തുതാ പരിശോധന നടത്തി പതുക്കെ മതി അറസ്റ്റ് എന്ന നിലപാടിലായിരുന്നു ആദ്യം അന്വേഷണ സംഘം. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ പോലീസിനെതിരെ രംഗത്ത് വന്നതും നടപടികൾ വൈകിക്കേണ്ടെന്ന ഭരണപക്ഷത്തിന്റെ നിർദ്ദേശവും അറസ്റ്റിന് കാരണമായി. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. ഇന്ന് 10 ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 3 ഡിഗ്രി വരെ ഉയരുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. സിറിയയിൽ ISന്റെ തകർച്ച സ്വാഗതം ചെയ്ത അമേരിക്ക. എന്നാൽ പൂർണ്ണമായും ഭീഷണി ഒഴിഞ്ഞിട്ടില്ലെന്നും ജാഗ്രത തുടരണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. മേഖലയിൽ ജാഗ്രത തുടരണമെന്ന് US സൈന്യത്തോട് ട്രംപ് നിർദ്ദേശം നൽകി. ഇറാഖിലും സിറിയയിലും IS ഭീഷണി ഒഴിഞ്ഞെങ്കിലും മറ്റു രാജ്യങ്ങളിലെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയാണെന്നും അമേരിക്ക വ്യക്തമാക്കി. സിറിയയിലെ 5 വർഷം നീണ്ട IS ആധിപത്യത്തിന് കഴിഞ്ഞ ദിവസമാണ് അന്ത്യം ആയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.